ജയശങ്കർ ഇപ്പോൾ തിരുവല്ല കോടതിയിലാണ് മുൻപിലാണുള്ളത്. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. ജയശങ്കർ, രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകുമോ? അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ജാമ്യത്തിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? കസ്റ്റഡിയിൽ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ഇയാളിൽ നിന്ന് ശേഖരിക്കണം. ഇയാളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അതിജീവിതയ്ക്ക് ഭീഷണിയാണ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാട്സപ്പ് ചാറ്റുകളടക്കം അതിനുള്ള തെളിവായി ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സമർപ്പിക്കല്ലേ? അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ റിമാൻഡ് കാലാവധിക്ക് മുമ്പ് പുറത്തിറങ്ങുക ബുദ്ധിമുട്ടാവില്ലേ? തിരുവല്ല കോടതിയിലെ ഇന്നത്തെ തീരുമാനം നിർണായകമാവില്ലേ ജയശങ്കർ? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച ഇന്നത്തെ ദിനം നിർണായകമാണ്. SIT സംഘം ഇന്ന് 11 മണിയോടുകൂടി തന്നെ തിരുവല്ല കോടതിയിൽ രാഹുലിനായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കോടതി ഇന്ന് ഈ അപേക്ഷ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും 11 മണിക്ക് ഈ അപേക്ഷ കോടതിക്ക് മുന്നിൽ വരുമ്പോൾ SIT സംഘം പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ ജാമ്യം അനുവദിച്ചാൽ അത് കൃത്യമായി ഈ അന്വേഷണത്തെ ബാധിക്കും. പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ വ്യാപകമായി നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിരവധി ഇടങ്ങളിൽ പോയിക്കൊണ്ട് പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണം. ഒപ്പം തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യൽ വേണം. കാരണം ഒരു ഹാബിറ്റർ ഒഫൻഡറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, സ്ഥിരം കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇയാളെ ഇരുത്തിക്കൊണ്ട് വേണം. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം തങ്ങൾ നേരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതിനിടയിൽ തങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള സമയം ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ വിശദമായി ചോദ്യം ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിലവിൽ ഈ അന്വേഷണ സംഘം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. രാഹുലിന്റെ ഐഫോൺ ഇതുവരെ തുറക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. കേരള പോലീസിന് ഈ ഐഫോൺ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ അവരുടെ കയ്യിലില്ല. അതിൽ ചില പരിമിതികളുണ്ട്. ഈ പാസ്വേഡ് ഒന്നിൽ കൂടുതൽ തവണ അടിക്കുന്ന ഘട്ടത്തിൽ ഈ ഐഫോൺ ഓട്ടോമാറ്റിക്കലായി ഡിലീറ്റ് ആവുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതിനാൽ പോലീസ് കരുതലോടുകൂടിയാണ് ഈ ഐഫോൺ നിലവിൽ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കാരണവശാലും ജാമ്യത്തിൽ വിടരുതെന്ന് തന്നെയായിരിക്കും ഈ SIT സംഘം കോടതിയിൽ ഇന്ന് പറയുക. ഒപ്പം തന്നെ കസ്റ്റഡി ആവശ്യം അത് കൃത്യമായി ഉന്നയിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇതിനോടകം തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഈ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ആദ്യം തീരുമാനം വേണ്ട എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിൽ വാദം പൂർത്തിയായതിനു ശേഷം ജാമ്യാപേക്ഷ പരിഗണിച്ചാൽ മതി. ഇത് കൃത്യമായി തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടായ പരാതിയാണ്. തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പരാതി എന്നാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും അറിയിച്ചിരിക്കുന്നത്. 11 മണിക്ക് കോടതി ഇന്ന് രാഹുൽ ഈ SIT സംഘം ഈ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിക്കും. ഇന്ന് തന്നെ പരിശോധിക്കുമോ, ഈ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച 14 ദിവസം ജയിൽ കഴിയേണ്ട സാഹചര്യമാണ് ഉള്ളത്. SIT സംഘത്തിന് അധികം വൈകാതെ ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കസ്റ്റഡി അനുവദിക്കുകയും ചെയ്യും. അരുൺകുമാർ. ഓക്കെ, തുടരുക ജയശങ്കർ.